ഹീലിംഗ് പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ ഈ രാത്രിയിൽ ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുകയും ചെയ്യുന്നവരുടെ പ്രാർത്ഥന ദൈവം ശ്രവിക്കുന്നു. ഈ രാത്രിയിൽ നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചറിഞ്ഞ് നമ്മുടെ എല്ലാ കുറവുകളെയും ബലഹീനതകളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇനി മുതൽ ദൈവത്തെ സദാ ആരാധിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം നിറവേറ്റുകയും ചെയ്യാം എന്ന് നാം ഹൃദയത്തിൽ പ്രതിജ്ഞയെടുക്കുക. നമ്മുടെ കുടുംബത്തിൽ എല്ലാവരും ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരായി ജീവിക്കുക. എന്നാൽ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവർക്ക് ജീവിതത്തിൽ ഒന്നിനും ഭയപ്പെടേണ്ട കാര്യമില്ല. ജീവിതത്തിൽ ഒന്നിനും ലജ്ജിക്കേണ്ടി വരികയില്ല. അവർ അപമാനിതരാവുകയില്ല. കർത്താവ് തക്ക സമയത്ത് അവരെ കാത്തുകൊള്ളും. വിശ്വാസത്തോടെ നമ്മുടെ ഹൃദയത്തിൽ ദൈവഹിതം നിറവേറ്റുവാനുള്ള ആഗ്രഹത്തോടെ ഈ രാത്രിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 35 മുതൽ 39 വരെയുള്ള വാക്യങ്ങൾ. അവർ ആ അന്ധനെ പുറത്താക്കി എന്ന് യേശു കേട്ടു. അവനെ കണ്ടപ്പോൾ യേശു ചോദിച്ചു, മനുഷ്യപുത്രനിൽ നീ വിശ്വസിക്കുന്നുവോ? അവൻ ചോദിച്ചു, കർത്താവേ, ഞാൻ അവനിൽ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ്? യേശു പറഞ്ഞു, നീ അവനെ കണ്ടു കഴിഞ്ഞു. നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ യേശുവിനെ പ്രണമിച്ചു. യേശു പറഞ്ഞു, കാഴ്ചയില്ലാത്തവർ കാണുകയും കാഴ്ചയുള്ളവർ അന്ധരായി തീരുകയും ചെയ്യേണ്ടതിന് ന്യായവിധിക്കായിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്. ഈ രാത്രിയിൽ ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ആവശ്യങ്ങളെയും ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. നമ്മെ വേദനിപ്പിച്ച എല്ലാ സംഭവങ്ങളെയും എല്ലാ വ്യക്തികളെയും എല്ലാ സാഹചര്യങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ ഈ രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഈ രാത്രിയിൽ നാം ഉറങ്ങുവാൻ കിടക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദുഃഖവും ഭയവും മാറി, നിരാശ മാറി, എല്ലാവരോടും ഉള്ള ഹൃദയത്തിലെ വെറുപ്പ് മാറ്റി സമാധാനമായി ശാന്തമായി സന്തോഷത്തോടെ ദൈവസന്നിധിയിൽ ഉറങ്ങുവാൻ നമുക്ക് സാധിക്കട്ടെ. എന്തെന്നാൽ നമ്മുടെ എല്ലാ ദുഃഖവും വേദനയും നിരാശയും വെറുപ്പും വിദ്വേഷവും നമ്മെ രോഗികളാക്കി മാറ്റുന്നു. പല രോഗങ്ങൾക്കും ഇന്ന് നാം അടിമപ്പെടുന്നതിൻ്റെ കാരണം നമ്മുടെ ഹൃദയത്തിലുള്ള വെറുപ്പും വിദ്വേഷവും ദുഃഖവും വേദനയും ആശയുമാണ്. അതിനാൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്. അവിടുത്തെ സന്നിധിയിൽ നമ്മുടെ എല്ലാ ആവലാതികളെയും സമർപ്പിച്ച് ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ പ്രവർത്തിക്കേണ്ടതിന് വിശ്വാസത്തോടെ അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. കർത്താവായ യേശു അന്ധർക്ക് കാഴ്ച നൽകി. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് ഇന്ന് രാത്രിയിൽ പ്രവർത്തിക്കും. അവിടുത്തെ അനുഗ്രഹങ്ങൾക്ക് നാം പാത്രരാകേണ്ടതിന് ഹൃദയം വിശുദ്ധീകരിച്ച്, ദൈവമേ, എനിക്ക് തെറ്റുപറ്റിപ്പോയി, നിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നതിൽ ഞാൻ മടി കാണിച്ചു. എൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ ഞാൻ രാവിലെ മുതൽ വൈകിട്ട് വരെ ബന്ധപ്പെട്ടോടിയപ്പോൾ നിൻ്റെ ഇഷ്ടത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ മറന്നുപോയി. ഈ രാത്രിയിൽ ദൈവമേ, എൻ്റെ തീരുമാനങ്ങളെയും എൻ്റെ ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു. മറിച്ച് എന്നേക്കും നിലനിൽക്കുന്നത്, നിത്യജീവൻ അവകാശികളാകുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവർക്ക് മാത്രമാണ്. അതിനാൽ ഈ രാത്രിയിൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യാം. എന്തെന്നാൽ ദൈവവചനം ഇപ്രകാരം അരുളി ചെയ്യുന്നു, ദൈവം പാപികളുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ദൈവത്തെ ആരാധിക്കുകയും അവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രാർത്ഥന
ദൈവം ശ്രവിക്കുന്നു. ഈ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഹൃദയത്തിൽ അതിന് നമുക്ക് പരിശ്രമിക്കാം. ദൈവമേ, ഇന്നു മുതൽ എനിക്കും എൻ്റെ കുടുംബത്തിലും നിൻ്റെ ഇഷ്ടം എന്താണെന്ന് വിവേചിച്ച് അറിയുവാനും ആ ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ നടപ്പിലാക്കുവാനും ദൈവമേ, എനിക്ക് ഉന്നതത്തിൽ നിന്നുള്ള കൃപാവരങ്ങൾ നൽകി, ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കു വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളുടെ മുന്നിൽ അവിടുന്ന് കരുണ തോന്നി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. സുഖമായ ഉറക്കം നൽകി അതിരാവിലെ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാൻ ഇവരെ വീണ്ടും ഉണർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനകൾ കേൾക്കുകയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയും ചെയ്യുന്ന കർത്താവെ, അങ്ങയ്ക്ക് സർവ്വ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മേ, അങ്ങയുടെ നീലമേലങ്കിയുടെ സംരക്ഷണം നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമെന്ന്. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമുക്കെല്ലാവർക്കും സമാധാനപരമായ ഉറക്കം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഒരു പ്രഭാതം കൂടി നമ്മെ വിളിച്ചുണർത്തി നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.